എന്ത് വേണം? മഹാദേവൻ സാറിനെ ഒന്ന് കാണണം. എന്തിനാ? ഏയ് ഒന്നിനല്ല, വെറുതെ കാണാനാ. അങ്ങനെ വെറുതെ വന്ന് കാണാൻ ഇത് കാഴ്ച ബംഗ്ലാവും അകത്തിരിക്കുന്ന കുരങ്ങനൊന്നുമല്ല. ചാൻസ് ചോദിച്ചു വന്നതായിരിക്കും അല്ലേ? ചേട്ടൻ ആള് ഭയങ്കര കേട്ടാ. എങ്ങനെ മനസ്സിലായി? എടോ, ഇതുപോലെ ജോലിയും കൂലിയും ഇല്ലാതെ വരുന്ന പലരെയും സ്ഥിരം ഞാൻ കാണുന്നതല്ലേ. ഇതുപോലെ വരുന്ന ആരെയും അകത്ത് കയറ്റി വിടരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. താൻ പോയേ, ഇവിടെ നിന്ന് വെറുതെ വെയില് കൊള്ളണ്ട. അതാ പറഞ്ഞത്, ഭയങ്കര വെയില്. ചേട്ടൻ ഗേറ്റും തുറക്ക്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഒന്നും സംസാരിക്കണ്ട, തന്നെ അകത്ത് കയറ്റിയാലേ ഞാൻ പുറത്താകും. എന്റെ ജോലി കളയാൻ എനിക്ക് പറ്റില്ല. അതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. ഇവിടത്തെ ജോലി വേണമെങ്കിൽ പോട്ടേട്ടാ. ഒരു 5 വർഷം കഴിഞ്ഞാ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും. അപ്പൊ ചേട്ടൻ എന്റെ വീട്ടിൽ ജോലിക്കുന്നു. അതിനു മുമ്പുള്ള 4 കൊല്ലം ഞാനെന്താ തെണ്ടി തിന്നു? തെണ്ടി തിന്നാതിരുന്നാ പോരെ. നീ ഇവിടെ നിന്ന് വലിയ വർത്താനൊന്നും പറയണ്ട. പോയെ പോയെ പോയെ. അപ്പൊ അകത്തേക്ക് കയറ്റി വിടില്ല അല്ലേ? എന്നാ താൻ നോക്കിക്കോ, ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും. എല്ലാവരും എന്റെ ഡേറ്റ് വെച്ച് പുറകടക്കുമ്പോ നമ്മൾ തമ്മിലുള്ള ഈ പരിചയത്തിന്റെ പുറത്ത് ഞാൻ തനിക്കൊരു ഡേറ്റ് തരും. താനുള്ളതെല്ലാം വിറ്റുപെറുക്കി എന്നെ നായകനാക്കി ഒരു സിനിമ പിടിക്കും. ആ സിനിമ പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരടങ്ങി പോകൂടോ. താനും താന്റെ കുടുംബം ആത്മഹത്യ ചെയ്യൂടോ. നോക്കിക്കോടോ. ഓരോരോ പ്രാന്തന്മാര് വലിഞ്ഞു കയറി വന്നോളും. അത് ശരി, ഞാൻ ഇതിനകത്ത് നീയായിരുന്ന. ഞാൻ സാറിനെ കണ്ടിട്ടേ പോകൂ. വണ്ടി പുറത്തേക്ക് എടുക്കണു. തന്നെ ഞാനാ വിളിച്ചോണ്ടോന്ന്. ഇവിടുന്ന് ഒരു അടിയാണെങ്കിലുണ്ടല്ലോ. ഇവിടെ വരാൻ പറഞ്ഞ കേക്കത്തില്ല. എന്താ ഇവിടെ താനോ? എടോ, തന്നോട് ഞാൻ ലൊക്കേഷൻ വന്നപ്പോ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, തനിക്ക് പറ്റിയ വേഷമൊന്നും എന്റെ പടത്തിലില്ല. അങ്ങനെ പറയരുത് സാർ. ഒത്തിരി കാലമായി സാർ ഞാനൊരു ചാൻസിന് വേണ്ടി അലഞ്ഞു തിരിയണത്. സാറെങ്കിലും എന്നെ കൈവിടിയരുത് സാർ. എടോ, തന്റെ ഈ മുഖത്തിന് പറ്റിയ വേഷമൊന്നും എന്റെ പടത്തിലില്ലെന്ന്. വേറെ ആരെങ്കിലും മുഖത്തിന് പറ്റിയ വേഷം ഉണ്ടാവുള്ളൂ സാർ. അതൊന്നെടുത്ത് മറിച്ചു തന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ സാർ ഒരു കാര്യം ഓർക്കണം, ദിനോസറിന്റെ രൂപത്തിനോ ഭാവത്തിനോ പറ്റിയ ഒരു സിനിമയോ കഥയോ ഇവിടെ ഉണ്ടായിരുന്നു സാർ. എന്നിട്ടും ദിനോസറിനെ നായകനാക്കി ജുറാസിക് പാർക്ക് എന്ന പേരിൽ ഒരു സിനിമ ഉണ്ടാക്കിയില്ലേ സാർ? പ്ലീസ് സാർ. എനിക്കൊരു ചാൻസ് പിടിപെടാൻ തന്നോടാ പറഞ്ഞത്. ഉള്ള ചാൻസ് കൂടി പോയി. സോറി സാർ, പ്ലീസ് ഞാൻ കാല് പിടിക്കാം സാർ. ഇനി താൻ എന്റെ കാല് പിടിക്കാമെന്ന് തന്റെ തല അടിച്ചു പൊളിക്കും. സാർ ഇങ്ങോട്ട് കയറ്റി വിടാഞ്ഞിട്ട് ടാക്സി വിളിച്ചാണ് സാർ ഞാൻ വന്നത്. സാർ എനിക്കൊരു വേഷം തന്നില്ലെങ്കിൽ ഇത്തിരി വേഷമെങ്കിലും മേടിച്ചേരാ സാർ. എടോ, ഒരു പ്രൊഡ്യൂസർ ഇല്ലാഞ്ഞിട്ട് ഞാൻ തന്നെയാ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സാറിന് ആരോട് ചോദിക്കണ്ടല്ലോ സാർ. സാറിന് ധൈര്യമായിട്ട് എനിക്കൊരു ചാൻസ് തരാമല്ലോ. തനിക്ക് പറ്റുമെങ്കിലേ പോയിട്ട് ഒരു 25,000 രൂപ സംഘടിപ്പിച്ചിട്ട് വാ. എന്തിനാ സാർ? പലിശ കൊടുക്കാനാണോ? അതിനല്ലടോ, തനിക്ക് ഞാൻ വേഷം ശരിയാക്കി തരാം. സിനിമ കഴിയുമ്പോ തന്റെ പൈസ മടക്കി തന്നേക്കാം. ഉറപ്പാണോ സാർ? ഉറപ്പ്. പറ്റിക്കില്ലല്ലോ? ഇല്ല. തനിക്ക് പറ്റുമെങ്കിൽ നാളെ തന്നെ കൊണ്ടുവാ. ഓക്കേ? 25,000 രൂപ ഉണ്ടാവോ? 25,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചാ മതി. എവിടെന്നാ ഒപ്പിക്ക? വഴിയുണ്ട്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടോ. തള്ളല്ലേടോ. ജമാലെ, നീ ഇതെങ്ങോട്ടാ? വന്ന് വണ്ടി കയറാ. നീ ഇതെങ്ങാടാ എന്നെ കൊണ്ട് പോണ? ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനൊരു പേരൊന്നുമില്ലേ? നിനക്കറിയാവുന്ന സ്ഥലം തന്നെയാ. ആ കോയ മനസ്സിലെ മുഹമ്മദ് അലിയുടെ വീട്ടിലേക്കാ. എന്തിന്? അങ്ങേർക്ക് കൊടുക്കാനേ മാമ കുറച്ച് കാശ് തന്നുണ്ട്. കാശ? എത്ര രൂപയുണ്ട്? 25,000 രൂപ. എവിടെ? തനിക്ക് പറ്റുമെങ്കിലേ പോയിട്ട് ഒരു 25,000 രൂപ സംഘടിപ്പിച്ചിട്ട് വാ. എന്നിട്ട് നീ ആ സംവിധായകൻ പറഞ്ഞ് വിശ്വസിച്ചാ? ഇതൊക്കെ എല്ലാ സംവിധായകരും പറയുന്നതാ.
ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ബന്ധപ്പെട്, അപ്പൊ നോക്കാന്ന്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നണ്ടോടാ. ഇതിപ്പോ നടക്കുമെന്ന് എനിക്ക് തോന്നണുണ്ട്. എന്നാ കാശ് വണ്ടി ഒന്ന് നിർത്തിക്ക്. എന്തേ? ആലിക്കാന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. എന്തേ? ഇന്നാളെ മൂപ്പരായിട്ട് ഒരു കസവിച്ച് ഉണ്ടായതാ. ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാ. അതൊന്നും സാരില്ലെന്ന് കാശ് കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാ. ഏയ് ശരിയാവില്ല, നീ വണ്ടി നിർത്തിക്കേ. വണ്ടി നിർത്തടാ. അവനെ കൊണ്ട് ശല്യായില്ലോ. ഓക്കേടാ, ഞാൻ വേഗം പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ എന്നെ കണ്ടില്ല, നീ അന്വേഷിക്കണ്ട, ഞാൻ അങ്ങ് എത്തിക്കോളാം. ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ ചേട്ടാ? ബസ് വിട്ടുപോയി ചേട്ടാ. ആ കേറിക്കോളൂ. നോക്കിയാടോ വണ്ടി ഓടിക്കണ. അയ്യോ ചേച്ചി ഞാനൊന്ന് പറയട്ടെ. ചേട്ടാ ദേ അവിടെ ഒന്ന് നിർത്തിയ കേട്ടോ. ഓക്കെ ഏട്ടാ, വലിയ ഉപകാരം. ചേട്ടനെ കണ്ടാൽ ഞാൻ പെട്ടുപോയനെ. ഓക്കെ താങ്ക്സ്. ശരി. കാശവിടെ? പടച്ചോനെ, കാശ് കാണാനില്ലല്ലോ. ജമാലെ, 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 ഇവനെന്തിനു ഓടുന്നേ? ജമാലെ, ജമാലെ നിക്കാൻ. ചേട്ടാ വേഗം വണ്ടി വിട്. എങ്ങോട്ടാ പോട്ടത്? പോട്ടേന്ന് വണ്ടി നിർത്താൻ. ഓ രക്ഷപ്പെട്ട്. ജമാലെ, നീ എന്തിനാ ഓടിയത്? നീ ഓടിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഓടിയത്? നീ ഓടിയോണ്ടല്ലേ ഞാൻ പുറകെ ഓടിയത്? നീ ഓടിച്ചിട്ടുണ്ടോ നമ്മളെല്ലാരും? ഞാൻ വിചാരിച്ചു നീ കാശെടുത്ത് ഓടിയാണെന്ന്. ഏത് കാശ്? ഓൻ തന്നെയായിരിക്കും എടുത്തത്. ആര്? നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ലിഫ്റ്റ് വെച്ച് കയറിയില്ലേ അവൻ. അപ്പൊ എന്നെ സംശയമില്ല, ഇത് ഓന്റെ തലയെ തന്നെ വെച്ചു കൊടുക്കാം. നീ എന്നൊന്നും മിണ്ടാത്തെ? അല്ല, ഈ നീ എന്തിനീ വഴി കാണവനെ കാറി പിടിച്ച് കയറ്റണത്? ഇനിയിപ്പോ ഓനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാന്? എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നടന്ന കാര്യങ്ങളൊക്കെ മാമാനോട് ചെന്ന് പറ. മാമ വീണ്ടും ഒരു 25,000 കൂടി തന്നാലോ? മാമാനോടൊന്നും പറയാൻ പറ്റില്ല. വേറെ എവിടെന്നെങ്കിലും. വേറെ എവിടെന്ന്? എവിടെന്നെങ്കിലും. നീ കേറുന്നില്ലേ? അല്ല, ഞാൻ കാണാനുള്ള ആളെ കണ്ടിട്ട് അങ്ങോട്ട് ഞാൻ വരാം. അങ്ങനെ ജമാലും ഒരു സിനിമ നടനാകുമ്പോ എന്റെ പടച്ചോനെ, ഒരു സൂപ്പർ സ്റ്റാറാണുള്ള മോഹം കൊണ്ട് ചെയ്തു പോയതാ. പുറത്തേക്കണേ. ഇതാര് ഈ സമയത്ത്? നീ എന്താ ഇവിടെ? നീ എന്തിവിടെ? അല്ല, ഞാൻ എന്തിവിടെ? നീ എന്തിനാണ് ജനലൂത്തി തുറക്കാൻ നോക്കിയത്? അല്ല, അത് പിന്നെ ഞാൻ നീ അകത്തുണ്ടോന്ന് അറിയാൻ. അതിനെന്തിനാ ജനലൂത്തി തുറക്കണേ? ഞാൻ അകത്തുണ്ടോന്ന് അറിയാൻ നിനക്ക് മുമ്പിൽ കൂടി വന്ന് നോക്കിയാ പോരെ? മതി. നിന്റെ മുഖം കണ്ടാലറിയാം എന്തോ പന്തികേടുണ്ടല്ലോ. അത് പിന്നെ അശോക, നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ അലമാരക്കകത്ത് 1.5 ലക്ഷം രൂപ വച്ചിട്ടുണ്ടെന്ന്? ദൈവമേ, അത് കട്ടുണ്ടോ വന്നാണ് നീ? എടാ പട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ അത്. അതിന്ന് നീ എനിക്കൊരു 25,000 രൂപ തന്നേ പറ്റൂ. നിനക്കിപ്പോ എന്തിനാടാ 25,000 രൂപ? നീ എന്തിനു ചിരിക്കുന്നേ? കൊള്ളാം. ലിഫ്റ്റ് ചോദിച്ച് കാറി കയറി കാശ് അടിച്ചോണ്ട് പോയിന്നല്ലേ? ബെസ്റ്റ് കോമഡി. പിന്നെ എടാ, ഇപ്പോഴത്തെ കാലത്ത് ലിഫ്റ്റ് ചോദിച്ച് കാറി കയറി കാറ് തന്നെ അടിച്ചോണ്ട് പോണ ആൾക്കാരാ ഉള്ളത്. ഇത് വേറെ 25,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ.
ഒരു ബെസ്റ്റ് ഐഡിയ. എന്താ ഐഡിയ? നമുക്ക് ഈ കാർ ഒന്നും കൂടി അതുവഴി തന്നെ അങ്ങോട്ട് ഓടിച്ചാലോ? എന്തിന്? ചിലപ്പോ ഇവൻ തന്നെ ലിഫ്റ്റ് ചോദിച്ച് വീണ്ടും ആ കാർ കയറിയാലോ? ദേ നീ തമാശ പറയരുത്. ഞാനിവിടെ തീ നിൽക്കാ. ഒരു കാര്യം ചെയ്യ്, നീ ഒരു 25,000 രൂപ എനിക്ക് ഇപ്പൊ താ. ഒരാഴ്ചക്കകം നിനക്ക് ഞാനൊരു വിസ ശരിയാക്കി തരാം. ഒരാഴ്ചക്കകം? ആ. നീ എനിക്ക് വിസ? അയ്യേ, വിശ്വാസായില്ലേ? എടാ എനിക്ക് വിസ വന്നടാ. നിനക്ക് വിസ വന്നെന്നോ? അതെടാ മാമാന്റെ കെയർ ഓഫിലാ. എന്നിട്ട് നീ എന്താ പോവാത്തെ? എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. എന്താ? ഈ ജോലിക്ക് പോയാല് ലൈലാനെ നിക്കാഹ് ചെയ്യണമെന്നാ മാമ പറഞ്ഞത്. അപ്പൊ ഒരു വിസക്ക് 2 നിക്കാഹ്? നിക്കാഹല്ല, മയ്യത്ത്. ഇക്കാര്യം ഞാൻ അറിഞ്ഞാല് ഒന്നുകിൽ ജമാല് അല്ലെങ്കിൽ എന്റെ ഐഷു എന്നെ തട്ടുമുറപ്പാ. അപ്പൊ എന്തായാലും മരണം ഉറപ്പാ. അതാ ഞാൻ പറഞ്ഞത്, മാമാനോട് പറഞ്ഞ് എങ്ങനെങ്കിലും ഈ വിസ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. നീ അവിടെ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു വിസ എനിക്ക് അയച്ചെന്നാ മതി. ഉറപ്പാണോ? ഇല്ലെങ്കിൽ അവസാനം എന്റെ കാശ് മേടിച്ചോണ്ട് പോയിട്ട് നീ എന്നെ പറ്റിക്കോ? ഉറപ്പ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മാമാനെ ചെന്ന് കണ്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം. മാമാനെ ഇത്തിരി പൊക്കിയൊക്കെ പറയണം. ആ കാര്യം ഞാൻ ഏറ്റി. നീ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ ഹാജരെ ഞാൻ വീഴ്ത്തിയിരിക്കും. വീഴ്ത്തണം. എന്താണ് തെങ്ങി കയറുന്നേട്ടാടാ വീഴ്ത്തറാരും പറഞ്ഞത്. എടാ വീണടാ. മനുഷ്യന് ജോലി ഉണ്ടാക്കാൻ ഇവിടെ പോയി കിടക്കുക. അമ്മ എവിടെ എന്നോട് ചോദിച്ചിട്ട് ഇവിടെ അങ്ങ് കാണാനില്ല. കാണുന്നില്ലേ? ഭഗവാനെ എന്തായി നീ ഊർമിളച്ചൊന്ന് ഫോൺ ചെയ്യേ. അമ്മേ തൃപ്പൂണിത്തറയ്ക്ക് പോയിട്ടുണ്ടാവോ? അമ്മേ കാലത്ത് മരുന്ന് കഴിച്ചില്ലേ തല കറങ്ങണ ആളാ. 4 അടി നടന്ന മുട്ട് വേദനിക്കും. എവിടെയെങ്കിലും വീണു പോയാലോ? സിനിമ എന്തിനു കൊള്ളാം. ഇന്ത്യ അനക്ക് പിടിച്ചില്ലേ? നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച് കണ്ടായി. അങ്ങനെ വേണം അഭിനയിക്കാൻ. മമ്മൂട്ടിയുടെ ഈ രാപ്പകൽ സിനിമ ഈ രാപ്പകലില്ലാതെ കാസറ്റ് ഇട്ട് കാണു. കണ്ട് ശരിക്കനെ പഠിക്ക്. മമ്മൂട്ടി കരഞ്ഞ കരച്ചിൽ കണ്ടിട്ട് ഞമ്മക്ക് കൂടി കരച്ചില് വന്ന്. എന്റെ മാമി, ഇതൊക്കെ ക്യാമറ ട്രിക്കാണ്, അല്ലാണ്ട് ശരിക്കും കരണമെന്നല്ല. ഇതുപോലെയൊക്കെ കരയാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? ഇതൊക്കെ കമ്പ്യൂട്ടർ വഴി കണ്ണിലൂടെ വെള്ളം വരുന്നല്ലേ? ആണാ? അതേന്നേ. മാമി കേട്ടല്ലേ ഈ സിനിമയും ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തരുന്നത്? അത് സത്യമാണ്. ഇതുപോലെയൊന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല, എനിക്ക് പോലും. ഓ തുടങ്ങി. അതെ പറഞ്ഞ്. ചേടാ, എന്നാൽ ഈ മമ്മൂട്ടി ഇതെങ്ങനെ അഭിനയിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോ ഉണ്ണാനായിട്ട് കൈ കഴുകി വന്നപ്പോ ചോറിൽ പാറ്റ വീണെന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. നമ്മുടെ നിക്കാഹ് ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് എനിക്കിപ്പോ ബോധ്യായി. എത്ര കാലം വേണേലും ഞാൻ കാത്തിരുന്നോളാം. നീ കാത്തിരുന്നാലും നിന്റെ ബാപ്പ കാത്തിരിക്കില്ലോ. ഇക്ക വിളിച്ചാ ഈ നിമിഷം വേണമെങ്കിൽ ഇക്കാന്റെ കൂടെ ഞാൻ വരാം. ഞാനൊന്ന് വിളിച്ചാൽ നീ കൂടെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം നമ്മൾ എടുത്തിയാടിയാൽ തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം, അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എനിക്ക് നല്ലൊരു ജോലി പോലും ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യൂക്ക നമ്മള്? ഏതായാലും എൻ്റെ ബാപ്പ ഇതൊന്നും അറിയണ്ട. ഇപ്പോൾ ഒളിച്ചെങ്കിലും വന്ന് അന്നെ എനിക്ക് കാണാൻ പറ്റണ്ട്. ഇതൊക്കെ അറിഞ്ഞാൽ എൻ്റെ ബാപ്പ എന്നെ പഠിക്കകത്ത് കയറ്റില്ല. ഇക്കാന്റെ മാമാനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? അപ്പം പിന്നെ ആ പഠിക്കകത്തും എന്നെ കയറ്റില്ല. മാത്രമല്ല മാമാൻ്റെ മുഖത്ത് നോക്കി ഇക്കാര്യമൊന്നും പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഞാനല്ലാതെ ആ വീട്ടിൽ ഇക്കാര്യം അറിയാവുന്ന ഒരേ ഒരാളിലായില്ല. നമ്മുടെ നിക്കാഹ് നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോളാ. പക്ഷേ ഓളറിയാതെ ഓള് നമുക്കിങ്ങനെ ഒരു ഭാര്യയാവുമെന്ന് ഓള് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ലൈലാൻഡൻ ജമാലിന്റെ നിക്കാഹ് നടത്തണം. ആദ്യം നമ്മുടെ നിക്കാഹ് നടത്താനുള്ള വഴി ആലോചിക്കുക. അതിനുള്ള വഴിയെ ഞാനിപ്പോ പറഞ്ഞത്. ആ മണ്ടൻ ജമാലാണെങ്കിൽ ഞാനും ലൈലയും തമ്മിൽ പ്രേമത്തിലാണെന്ന് വിചാരിച്ച് നടക്കുക. ഓനങ്ങനെ വിചാരിക്കുന്നതിന് നീ എന്തിനെ എന്നെ തുറച്ചു നോക്കുന്നത്? ഒന്നുമില്ല. പെണ്ണല്ലേ? ദേ വളഞ്ഞൊന്ന് ചിന്തിച്ചേക്കല്ലേ. പ്ലീസ് വാ.